നമസ്കാരം. പാകിസ്ഥാനെ അടിച്ച് നിലംപരിശാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഇതിന് നന്ദി പറയേണ്ടത് നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങൾക്കാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും. കാരണം സൈന്യം മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഡിസിഷനും പ്രാധാന്യമാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ പ്രസക്തമാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ പങ്കും. കാരണം ഇന്ത്യക്ക് ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള ടെക്നോളജിക്കൽ സ്ട്രെങ്ത് ലഭിക്കാനുള്ള പ്രധാന കാരണം DRDOയുടെ വർഷങ്ങളായുള്ള പ്രയത്നം തന്നെയാണ്. ഒപ്പം തന്നെ ഡിഫൻസ് മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളുടെ സംഭാവനയും നമ്മൾ എടുത്തു കാണേണ്ടത് തന്നെയാണ്. ഇവിടെയും ഫുൾ ക്രെഡിറ്റ് ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെയാണ്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയെ ചുട്ടരിക്കാൻ പാകിസ്ഥാൻ തൊടുത്തുവിട്ട അവരുടെ വജ്രായുധം തന്നെയായിരുന്നു ഫത്താഹ് മിസൈൽ. ഇതിനെ നമ്മൾ എങ്ങനെ വിജയകരമായി പ്രതിരോധിച്ചു എന്നുള്ളത് ഈ വീഡിയോയിൽ വ്യക്തമാക്കാം. ഫത്ത എന്നാൽ വിജയം കൊണ്ടുവരുന്നവൻ എന്നാണ് അർത്ഥം. പാകിസ്ഥാന്റെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ പിറന്ന മിസൈൽ. ഇത് കേൾക്കുമ്പോൾ പാകിസ്ഥാന് സ്വന്തമായി മിസൈൽ സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടോ എന്ന് ചിലരെങ്കിലും സംശയപ്പെട്ടേക്കാം. അവരുടെ സംശയം മാറ്റാനായിട്ട് പറയുകയാണ്, പാകിസ്ഥാന് സ്വന്തമായി മിസൈൽ സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് മാത്രമല്ല, അവർ അത് വെച്ചൊരു മിസൈൽ വികസിപ്പിക്കുകയും അത് തൊടുക്കുകയും ഇന്ത്യൻ ആകാശം വരെ എത്തിക്കുകയും ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് ആരും ഞെട്ടരുത്. പാകിസ്ഥാൻ ഒരു ആയുധ കയറ്റുമതി രാജ്യം കൂടിയാണ്. നൈജീരിയയിലേക്കാണ് പ്രധാനമായും ഇവരുടെ ആയുധങ്ങൾ കയറ്റി അയക്കുന്നത്. നൈജീരിയയുടെ ഒരു ഗതികേട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ, ഫത്ത 2 എന്ന് പറയുന്നത് ഒരു ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റാണ്. 450 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. 2023 അവസാനത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ സർക്കുലർ എറർ പ്രോബബിൾ എന്ന് പറയുന്നത് 10 മീറ്ററിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രിസിഷൻ സ്ട്രൈക്കിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായിട്ടാണ് പാകിസ്ഥാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ ബുന്യാൻ അൽ മർസൂസ്. അതായത് ഒരിക്കലും തകർക്കാനാവാത്ത ഇരുമ്പ് മതിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഓപ്പറേഷന്റെ ഭാഗമായി മെയ് 10 പുലർച്ചെയാണ് പാകിസ്ഥാൻ ഈ മിസൈൽ തൊടുത്തുവിടുന്നത്. ഡൽഹി ആയിരുന്നു അവരുടെ ലക്ഷ്യം. പാകിസ്ഥാന്റെ ആയുധപ്പുരയിലെ ഒരു സ്റ്റെൽത്ത് മിസൈലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം, സാധാരണ മിസൈലുകൾ എടുക്കുന്ന ഒരു പാരബോളിക് പാത്ത് ഒഴിവാക്കി സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് ഇത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഡാറുകളെയും ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനെയുമൊക്കെ കബളിപ്പിക്കാൻ ഇതിന് എളുപ്പമാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയും ഇസ്രയേലും കൂടി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബാരക് 8 എന്ന ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. ബാരക് എന്നാൽ ഹീബ്രു ഭാഷയിൽ ലൈറ്റ്നിങ് എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ ഇത് മിന്നൽ വേഗത്തിലാണ് റെസ്പോണ്ട് ചെയ്തത്. ഭീഷണി തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ കൗണ്ടർ മിസൈൽ അയക്കുകയായിരുന്നു. ഹരിയാനയിലെ സിർസയ്ക്ക് സമീപമായിരുന്നു ഈ മിസൈലുകൾ കൂട്ടിമുട്ടിയത്. ആകാശത്തൊരു വൻ സ്ഫോടന ശബ്ദം കേട്ട ശേഷം തീഗോളം കണ്ടതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പിറ്റേ ദിവസം നേരം പുലർന്നതിന് ശേഷമാണ് കൃഷിയിടങ്ങളിൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ മാത്രമാണ് അവർ അറിയുന്നത് ഇതൊരു മിസൈൽ ആക്രമണമായിരുന്നു എന്ന്. ബാരക് 8 എന്നറിയപ്പെടുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. മിസൈൽ, വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം, റഡാർ, കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, ഡേറ്റ ലിങ്ക് എന്നിവ അടങ്ങുന്നതാണ് ഈ സിസ്റ്റം. വായുമാർഗം വരുന്ന ഏതു തരം ത്രെട്ടുകളെയും വളരെ എഫക്റ്റീവായി ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇസ്രയേലിലെയും ഇന്ത്യയിലെയും നിരവധി ടെക് ഭീമന്മാരുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു യന്ത്രം തന്നെയാണ് ഇത്. 2006 മുതൽ തന്നെ അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് ഇതിൻ്റെ ഒരു നേവൽ വേരിയൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരമൊരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം സേനയുടെ ഇതര വിഭാഗങ്ങൾക്ക് കൂടി വേണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അത്തരം തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയത് എന്ന് തന്നെ പറയാം. എങ്കിലും നമുക്കിനിയും ഏറെ ദൂരം പോകേണ്ടതായുണ്ട്. ആ യാത്രയ്ക്കുള്ള വിജയാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.